കാളികാവ് ആളെക്കൊല്ലി കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. വനം വകുപ്പ് ക്യാമറകൾ വെച്ച മലയുടെ മറുവശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഇതേ കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പ്രദേശത്താണ്. മഞ്ഞൾപ്പാറ എന്ന മേഖലയാണിത്. ഇവിടെ അല്പസമയം മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തിന്റെ ഭൂഘടന ഒരു യു ഷേപ്പിലാണ് ഈ ഒരു മലനിരകൾ അല്ലെങ്കിൽ ഈ കുന്നും പ്രദേശം കിടക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഗഫൂറിനെ കടുവ കൊന്നത് ഇതേ വഴിയുടെ മറുവശത്തുള്ള മലയുടെ ഭാഗത്താണ്. അപ്പോൾ കടുവ ഇതുവഴി സ്ഥിരമായി കടന്നു പോകുന്നുണ്ട് എന്ന അഭിപ്രായമാണ് പ്രദേശവാസികൾക്കുള്ളത്. നമ്മോടൊപ്പം ഇവർ ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കൊക്കെ വലിയ ആശങ്കയാണല്ലോ? പൊതുവെ നല്ല ആശങ്കയാണ്. കർഷകർക്കും ഇവിടെയുള്ള അയൽവാസികൾക്കും കൂടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 500 കുടുംബങ്ങൾ ഇതുകൊണ്ട് വളരെ പരിതാപകരത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. കഷ്ടപ്പാടും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ടാപ്പിങ്ങിൽ പണിയെടുക്കുന്നില്ല. ഒരു തള്ളിയും കുഞ്ഞും കടുവ 4 ദിവസം മുന്നേ ഇവിടെ സിറ്റിയിൽ വന്നിട്ട് തള്ള കടന്നുറങ്ങാണ്. കുട്ടി അതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ പണിക്കാർ മണ്ടി, ടാപ്പിങ്ങേരും മണ്ടി. ഇപ്പൊ 4 ദിവസമായിട്ട് ടാപ്പിങ്ങേര് തോട്ടത്തിൽ പണിയെടുക്കണില്ല. വളരെ പേടിച്ചിട്ടാണ്. ഇതിപ്പോ ഈ കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയത് അതിനുശേഷം വനംവകുപ്പ് വന്ന് പോയി അവര് സ്ഥിതി ആ കടുവ തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ അവർ വന്ന് ഒരു ക്യാമറ എടുത്ത് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഊർജിതാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമറ ഈ വഴി നേരെ ഇതിങ്ങനെ പോത്തങ്കാട് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോണത്. മലയോര മേഖലയാണ്. അപ്പോ അവര് എന്താ പറയാ 2 വഴിന്റെ ഇടക്കാണ് കടുവന ആളെ പിടിച്ചത്. എന്താണ് ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകതയായിട്ടുള്ളത്? ഇവിടെ 1 വർഷത്തോളായിട്ട് കടുവന്റെ സാന്നിധ്യം നിത്യമാണ്. പലവട്ടം ഓല അറിയിച്ചിട്ടും ഒരു വന്നു പോകാന്നല്ലാതെ ഒരു ആഭാസമായിക്ക് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രൂപത്തിൽ വന്നു പോകാന്നല്ലാതെ അതിൻ്റെ മുൻകരുതായിട്ട് എടുക്കലോ ജനങ്ങളെ ബോധപ്പെടുത്താനോ ഒരു തയ്യാറാണല്ല. ഒരു കാൽപ്പാട് വന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് പോകും. അല്ലെങ്കിൽ ജനങ്ങളെ ആദ്യം മാറ്റാനൊരു പരിഹാരങ്ങളോ ഒന്നും അവർ ചെയ്യുന്നില്ല. ഞാൻ 1 വർഷമായിട്ട് ഇതിന്റെ പേപ്പർ വർക്ക് ചെയ്തും കൊണ്ട് DFO പരാതി കൊടുത്തതിന് DFO തന്ന മറുപടി എനിക്കത്. ദൃശ്യങ്ങളോട് കാണിക്കണം. നമ്മൾ നേരത്തെ കടുവയുടെ കാൽപാദം പതിഞ്ഞത് ഈ ഒരു മേഖലയിൽ ഇപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയില്ല. കാരണം ഇതിനകം വനംവകുപ്പിന്റെ കുറെ വാഹനങ്ങളൊക്കെ ഇതിനെ കടന്നു പോയതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ കാൽപാദം കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. വലിയ ഈ ഒരു മേഖലയിലൂടെയാണ് കടുവ ഇത് കടന്നു പോയിട്ടുള്ളതെന്ന് സ്ഥിരീകരിക്കാൻ ഈ ഒരു പഗ് മാർക്കുകൾ അത് ധാരാളമാണ്. അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കടുവയുടെ കാൽപാദം, ഇത് കടുവയുടെ കാൽപാദം തന്നെയാണ്. അതായത് ഗഫൂറിനെ കൊന്ന അതേ കടുവയുടെ കാൽപാദമാണെന്ന് വനംവകുപ്പ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം കടുവ കടന്നു പോയിട്ടുള്ളത് ഈ മലയുടെ മുകൾ ഭാഗത്തേക്കാണ്. നമുക്ക് ആ പ്രദേശം കൂടി കാണാൻ കഴിയും. ഇവിടെ നേരെ വന്ന് ഇതിലൂടെ വന്ന് ഇതുവഴിയാണ് കടുവ മുകളിലേക്ക് കയറിപ്പോയത് എന്ന് സ്ഥിരീകരിക്കാൻ ഇവിടെയും അതിന്റെ കാൽപാദം നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയും അപ്പൊ അങ്ങനെ ഈ ഒരു കടുവയുടെ സഞ്ചാരപഥം അത് ഇപ്രകാരമാണ്. നേരത്തെ വനം വകുപ്പ് ഈ ഒരു പ്രദേശത്തേക്ക് നിരീക്ഷണം വ്യാപിപ്പിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ കാൽപാദം കൂടി ഇവിടെ സ്ഥിരീകരിച്ചതോടെ കടുവ ഈ മേഖലകളിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇവിടെയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും കടുവ അത് ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചെങ്കിലും അതിന് സഞ്ചാരപഥം ഇതുവരെ വ്യക്തമായിരുന്നില്ല. ഇപ്പോൾ അതുകൂടി കൃത്യമായ സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് കൂടി അതിനുവേണ്ടിയുള്ള തെരച്ചിൽ വനം വകുപ്പ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18.